മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹവൂർ റാണയുടെ നാടുകടത്തൽ താൽക്കാലികമായി തടയണമെന്ന അപേക്ഷ US കോടതി തള്ളി. കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഷിംഗ്ടൺ സന്ദർശന വേളയിൽ തഹവൂർ റാണയെ കൈമാറാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയിരുന്നു. 63-കാരനായ റാണ നിലവിൽ ലോസ് ആഞ്ചൽസിലെ ജയിലിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഷിംഗ്ടൺ സന്ദർശന വേളയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നീക്കത്തിന് അംഗീകാരം നൽകി. ആഴ്ചകൾക്ക് ശേഷമാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹവൂർ റാണ ഇന്ത്യക്ക് കൈമാറുന്നത് സ്റ്റേ ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷ US സുപ്രീം കോടതി തള്ളിയത്. പാകിസ്ഥാൻ വംശജനായ ഒരു മുസ്ലിം ആയതിനാൽ ഇന്ത്യയിലേക്ക് നാടുകടത്തിയാൽ താൻ പീഡിപ്പിക്കപ്പെടുമെന്ന് റാണ US സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അടിയന്തര അപേക്ഷയിൽ അവകാശപ്പെടുന്നു. എന്നാൽ റാണയുടെ നാടുകടത്തൽ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി ജസ്റ്റിസ് എലീന കഗാൻ വിസമ്മതിച്ചു. 2008-ൽ 175 പേരുടെ മരണത്തിന് കാരണമായ മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന ഗൂഢാലോചനക്കാരിൽ ഒരാളായ ലഷ്കർ-ഇ-തൊയ്ബ ഭീകരൻ ഡേവിഡ് ഹെഡ്ലിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. നിലവിൽ റാണ ലോസ് ആഞ്ചൽസിൽ തടവിൽ കഴിയുകയാണ്. പാകിസ്ഥാൻ ആർമിയുടെ മുൻ ഡോക്ടറായ റാണ 1990-കളിൽ കാനഡയിലേക്ക് താമസം മാറുകയും അവിടെ അദ്ദേഹം പൗരത്വം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് അമേരിക്കയിലേക്ക് താമസം മാറി. തുടർന്ന് ചിക്കാഗോയിൽ ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസ് എന്ന ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ആരംഭിച്ചു. ഇവിടെ വെച്ചാണ് മുംബൈ ഭീകരാക്രമണത്തിൽ ലഷ്കർ-ഇ-തൊയ്ബയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ പരിചയപ്പെടുന്നത്. കേസിൽ ഇയാളും അമേരിക്കയിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയുടെ മറവിൽ ഹെഡ്ലിക്ക് വേണ്ട വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് റാണയ്ക്കെതിരായ ആരോപണം. ഹെഡ്ലിയെ സഹായിച്ചതിന് 2009-ലാണ് റാണയെ US അധികൃതർ അറസ്റ്റ് ചെയ്യുന്നത്. 2008 നവംബർ 26-ന് മുംബൈയിലെ താജ് ഹോട്ടലിൽ നടന്ന ഭീകരാക്രമണത്തിൽ 20 സുരക്ഷാ ഉദ്യോഗസ്ഥരും 26 വിദേശികളും ഉൾപ്പെടെ 174 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. One stop for all news. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.